ഹലോ മക്കളെ, കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി സോഷ്യൽ സയൻസ് പഠിക്കാനായിട്ട് തയ്യാറെടുക്കുമായിരിക്കും. തീർച്ചയായിട്ടും കെമിസ്ട്രി എക്സാം എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ ചുരുക്കം ചില പേർക്ക് ടഫായിരുന്നു പറയുന്നുണ്ട്. എന്താ ടഫാവാനുള്ള റീസൺ നമുക്ക് നോക്കാം. മറ്റൊന്നുമല്ല, നിങ്ങളുടെ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി വന്നിട്ടുണ്ട്. അതായത് CBSE ലെവലിലുള്ള അസേഷൻ റീസൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പോലെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇനി എന്താ ചെയ്യുക സാറേ? നമുക്ക് നാളത്തെ സോഷ്യൽ സയൻസ് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും? ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറുന്നുണ്ട്. എങ്ങനെ പഠിച്ചവർക്ക് മാർക്ക് കിട്ടുന്നതെന്ന് അറിയോ? എന്തുകൊണ്ടാണ് സൈലത്തിൻ്റെ ലൈവ് കണ്ട കുട്ടികൾക്ക് എളുപ്പമായതെന്ന് അറിയോ? ഒന്നുമില്ല, ഞങ്ങൾ വെറും ക്വസ്റ്റ്യൻസ് മാത്രമല്ല പഠിപ്പിച്ചത്. ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് പറയുകയും ആ കൺസെപ്റ്റുമായി എങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് കുട്ടികൾക്ക് ചോദ്യം എങ്ങനെ മാറി വന്നാലും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ മക്കളെ, ഇന്ന് വീണ്ടും ഞാൻ പറയുകയാണ്, ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു പോയി ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താം എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് പോയാൽ ഇതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേണ്ടി വരും. സോ ഇനി ഞാൻ കെമിസ്ട്രിയെ പറ്റി ഒന്നും സംസാരിക്കേണ്ടതില്ല. ഇന്നലെ ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി നാളെ ഉപകരിക്കുന്നുള്ളത്. അതിന് തെളിവ് എൻ്റെ മെസ്സേജ് ബോക്സും മിഥില മിസ്സിൻ്റെ മെസ്സേജ് ബോക്സും ഇന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് കുട്ടികൾ എക്സാം എളുപ്പമായിരുന്നെന്നും ഞങ്ങളുടെ കൂടെ നിന്നതുകൊണ്ട് അത് എത്രക്കും എളുപ്പമായി എഴുതി തീരാൻ സാധിച്ചു എന്നും പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ കെമിസ്ട്രി സംസാരം നിർത്തിയാണ്. ഇനി നിങ്ങൾക്ക് നാളെ സോഷ്യൽ സയൻസ് ആണല്ലോ. സോ സോഷ്യൽ സയൻസ് സംസാരിക്കട്ടെ. ഓക്കെ സർ. സോ മക്കളെ, നമ്മുടെ ഷെഫീഖ് സാർ നമ്മളോട് കൃത്യമായിട്ട് പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് അതുപോലെ തന്നെ ബയോളജി തുടങ്ങിയിട്ടുള്ള എക്സാമിനേഷനുകളാണ് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള ഒരു എക്സാമിനേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ഏറ്റവും അവസാനത്തെ എക്സാമിനേഷനിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, എക്സാമിനേഷൻ്റെ പാറ്റേണുകൾ മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വരുന്ന രീതികൾ മാറിയിട്ടുണ്ട്. സോഷ്യലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഒരുപാട് നമുക്ക് വരുത്താൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്. ഇങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ മാത്രം പഠിച്ചാൽ മതിയോ? ഈ ക്വസ്റ്റ്യനുകൾ എങ്ങനെ വന്നാൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അതിന് നിങ്ങൾ കോൺസെപ്റ്റുകൾ പഠിക്കണം. ആ ഒരു സബ്ജക്റ്റിലെ ആ ഓരോ ചാപ്റ്റേഴ്സുകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്, അതിന് എങ്ങനെയൊക്കെ വന്നാൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് മാർക്കുകൾ വാങ്ങാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈവ് എന്ന് പറയുന്നത്. ഇന്ന് 7 മണിക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ലൈവ് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ മക്കൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഈ ലൈവ് കണ്ട കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണുകൾ മാറിക്കോട്ടെ, ക്വസ്റ്റ്യൻ്റെ രീതി മാറിക്കോട്ടെ, പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് A+ തന്നെ നേടാൻ പറ്റും. കാരണം നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത് ക്വസ്റ്റ്യനുകൾക്ക് അപ്പുറമായിട്ട് കോൺസെപ്റ്റുകളാണ്, കോണ്ടന്റുകളാണ്. അത് ഞങ്ങൾ ഉറപ്പായിട്ട് തരുമെന്ന് മാത്രം പറയുന്നു. സോ മക്കളെ, ആരും മറക്കണ്ട, ഇന്ന് രാത്രി 7 മണിക്ക്.